അപ്പം നമ്മൾ ഇന്നത്തെ വിഭവം ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് ചേച്ചിമാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പാറു, നമുക്കേ ഇന്ന് മത്തി പുളിമഞ്ചി. എന്താണ് മത്തി പുളിമഞ്ചി. ചേച്ചി നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് പറയാം പാറു. ഇത് കണ്ടോ, ഇത് കാശ്മീരി മുളകാണ്. ഇത് വന്നിട്ട് ഇവിടെ ഭയങ്കര എരിവുള്ള ഒരു മുളകാണ്. ഇത് നമ്മളവിടെ വേറെ എവിടെയും കിട്ടിയൊന്നുമില്ല, ഇവിടെ കർണാടകയിൽ മാത്രം കിട്ടുന്ന ഒരു മുളകാണിത്. പിന്നെ വന്നിട്ട് ഇത് സവാള, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് പ്രധാനമായിട്ടൊരു കൂട്ടാണ് ഉലുവ, കുരുമുളക് എല്ലാം കൂടി ഇങ്ങനെ വറുത്തെടുത്ത ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ മല്ലി, പിന്നെ ജീരകം, പിന്നെ നമ്മുടെ വാളംപുളിയില്ലേ പുളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരച്ചിട്ടാണ് ഇന്ന് കൂട്ടണത്. കറിവേപ്പിലുണ്ട്. കറി ഉണ്ടാക്കി തരുന്നതാ ഇത് ടീച്ചറാണ് കേട്ടാ. ഏത് സ്കൂള് ടീച്ചർ? എവിടെ? ഗവൺമെന്റ് സ്കൂൾ. എന്താണ് പഠിപ്പിക്കുന്നത്? അതെ. ഇത് ടീച്ചറെ കൂട്ടുകാരിയാണ്. ടീച്ചർ റിട്ടയർഡ് ടീച്ചറാണല്ലേ? രണ്ടുപേരും കൂട്ടുകാരാണ് കേട്ടാ. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി. അപ്പൊ അവിടെ തീ കത്തിച്ചേ, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ചട്ടി വെച്ചു. അപ്പൊ നമുക്കിനി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ ഒഴിച്ചു. ഫസ്റ്റ് വന്നിട്ട് ഈ ഉലുവ, കുരുമുളക് കുറച്ച് അതിൽ കടുക് ഇടുന്നതിന് പകരം ആദ്യം ഇതാണല്ലേ? ഓക്കെ. അപ്പൊ ഇത് കുരുമുളകും ഉലുവയും അതിട്ടു. അത് കൈ കണക്കാണ് അല്ലേ? പിന്നെ ഇതല്ലേ ടീച്ചർ? പിന്നെ നീരുള്ളി, സവാള, നമ്മുടെ ചേച്ചി നമ്മൾ ഒരു സവാള അല്ലേ എടുത്തത്? സവാള പാതി, ഒരു സവാളയുടെ പകുതി, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വന്നിട്ട് പച്ചമുളക്, മുളക് ഇട്ടു. ഓക്കെ. ഇനി അടുത്തത് അത് വഴറ്റുക. കടുകിന് പകരം കുരുമുളകും ഉലുവയും കുറച്ച് ലേശം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മള് സവോള ഇട്ടു, പച്ചമുളക്, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട്. പാറു, അതെന്നെ വഴറ്റിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം അരക്കാനുള്ളതാണ്. ഇതെല്ലാം അരച്ചെടുക്കണം. മുളക്, ഈ ഉലുവ, മുളകിൽ തന്നെ രണ്ട് തരം മുളകുണ്ട്. ഉണക്കിയ മുളകുണ്ട്, രണ്ട് ഉണക്ക തന്നെയാണ്. എരിവുള്ള ഇത് കാശ്മീരി ചില്ലി, എരിവില്ലാത്തത്. ഇത് ഭയങ്കര എരിവുള്ള മുളകാണ്. അത് പിന്നെ വന്നിട്ട് ഈ കുരുമുളക്, ഉലുവ, മഞ്ഞപ്പൊടി, പിന്നെ വന്നിട്ട് മല്ലി, ജീരകം, പുളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ കഷ്ണം, അതില്ല, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എന്നെ അരച്ചെടുക്കാം. അതാകുമ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ കർണാടകയിലെ സ്പെഷ്യലാണിത്. ഇത് എവിടെയും നമ്മൾ അങ്ങോട്ടൊന്നും മലബാറിൽ പോയാലൊന്നും ഇതുണ്ടാവില്ല. ഇവിടെ എല്ലാം ഭക്ഷണത്തിനൊരു ഭയങ്കര വ്യത്യാസമാണ്. മീൻകറി, തേങ്ങ അരച്ച കറി, ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക്, ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാത്തിലും മസാല ഡിഫറെന്റ് വേറെ തന്നെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പൊടിയില്ല, പാക്ക് പൊടി ഇവിടെ ആരും വാങ്ങിക്കൂല. എല്ലാ മുളകും അത് വറുത്ത് പൊടിച്ചു വെക്കുകയും ചെയ്യില്ല. അപ്പപ്പോൾ ഉള്ള മീൻകറിക്ക് അപ്പപ്പോൾ വറുത്തിട്ട് ഉപ്പ് അപ്പപ്പോൾ ഉണ്ടാക്കുന്നതിന് അപ്പോൾ വറുത്ത എണ്ണയിലിട്ട് വറുത്തിട്ട് അല്ലെങ്കിൽ ഒന്നിക്കിൽ വറുത്തിട്ട് വെക്കും പാത്രത്തിൽ ഉണക്കുമുളക്. ഇല്ലെങ്കിൽ അപ്പൊ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മല്ലി ഇല്ലാത്ത കറിയില്ല. നമ്മളവിടെ നിന്ന് മീൻ കറിക്കുന്ന അങ്ങനെ മല്ലി ഇടില്ല. ഇച്ചിരി ഉപ്പ് ചേർത്തില്ലല്ലോ ആന്റി? ലാസ്റ്റ് ആണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. കൊത്തമ്പാരി, കൊത്തമ്പാരി അവർക്ക് മല്ലി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയണില്ലേ? ഇവിടുത്തെ കൊത്തമ്പാരി ഉപ്പിട്ട് ലാസ്റ്റ്. ഈ പിന്നൊരു കാര്യം പറയട്ടെ, ഈ മത്തി നമ്മളിവിടെ ഒന്നും കിട്ടൂല.
നമ്മൾ മീൻ നിങ്ങളെ തിരുവനന്തപുരത്തൊന്നും ഈ മത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം അവിടെ വന്നിട്ട് മറ്റേ മുള്ളുള്ള എന്താ ചാള. ഇത് നല്ല നെമ്മത്തിയാണ്. ഇത് കണ്ടോ? പിന്നെ അതല്ല ഫ്രഷ് മത്തി അവിടെ കിട്ടിയില്ലല്ലോ, ഇതിപ്പോ കടയിൽ നിന്ന് ഇവര് രാവിലെ പിടിച്ചുകൊണ്ടെന്ന മത്തിയാണ്. ചേച്ചി അതിന് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് അവിടെയും ഒരുവിധമുള്ള എല്ലായിടത്തും മീൻ എത്തുന്നത്. അത് ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. വലിയ മീനല്ല, അയക്കൂറ, ആവോലിയൊക്കെ ഇവിടുന്ന് പോകുന്നത്. ആ മീനിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എന്റെ അവിടുത്തെ പേരൊക്കെ അയക്കൂറ, നെമ്മി. നെമ്മി അരവ് തിളച്ച പാറോ. അപ്പൊ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം അല്ലേ? ഇനി മീൻ ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ നല്ലതായിട്ടും ഗ്രേവി തിളയ്ക്കുമ്പോഴത്തേക്കും നല്ല മുട്ടയും കൊടുക്കും. മത്തിയുടെ മുട്ട ഇനി ഇതിനകത്ത് കടുക് താളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഇല്ല, ഇതാണ് ലാസ്റ്റ് പ്രോസസ്സ്. നമ്മളിവിടെ മീൻകറിയിലെ ലാസ്റ്റ് താളിച്ചൊഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല, താളിക്കണ്ട. ഇതേപോലെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതേപോലെ നമുക്ക് ഇത് ഇന്ന് കുറുകും. പക്ഷെ ഇന്ന് വെച്ച മീൻ ഇന്ന് കൂട്ടില്ല, ഇത് നാളത്തേക്കാണ് ടേസ്റ്റ്. ഇന്നിന് ഇത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല, ചൂടാക്കി വെക്കും അടുപ്പിൽ തിളപ്പിച്ചിട്ട് അവിടെ തന്നെ വെച്ച് ചൂടാക്കി വെക്കും അടുപ്പില്. നാളെ മറ്റന്നാളത്തേക്കാകുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആവും. ഇത് നമ്മൾ അടപ്പെന്ന് അറിയില്ലേ, അത് മൂട് റെഡിയായി. പാറു കറി റെഡിയായില്ലേ? ഇന്ന് അതൊരു ചോറും കൂട്ടിയിട്ട് ഒരു പിടി. അപ്പൊ ഞാനാണോ നീ റെഡി ആയിക്കോ, നീയാണ് ടേസ്റ്റ് നോക്കണ്ടത്. മലബാർ ഏരിയയിൽ ഞാനാണ് കേട്ടോ. ചോറത്തി ഇതാ ചൂട് പറക്കുന്ന ചോറും ചൂട് പറക്കുന്ന മീൻകറിയും. ഈ കാണുന്ന എത്ര പേര് എനിക്കിട്ട് കൊതി വിടുവോ എന്തോ. കഴിക്കാൻ പോവാണേ ഞാൻ. ആന്റി സൂപ്പർ, ആന്റി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നുള്ളൊരു വേർഡ് പറയാൻ പറ്റൂല. സൂപ്പർ. ഇവിടെയും കൊടുക്കണം ക്രെഡിറ്റ്, ഇവിടെയും കൊടുക്കണം ക്രെഡിറ്റ്. ഇവിടെ ഒരാൾ ഇതിന്റെ 3 പേർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കൂട്ടാണ്, വറുത്തതും മൂർച്ചലും ഇവിടെയാണ്. എല്ലാം കൂടി അപ്പൊ 3 പേർക്ക് കൊതി സഹിക്കാൻ പറ്റാതെ ഒരാൾ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ സ്റ്റൈലിൽ എന്തായാലും വെച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം ഏത് രീതിക്കാണ് എങ്ങനെയൊക്കെയാണ് വെച്ചതെന്ന്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി.